പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഉപനിഷത്ത് പറഞ്ഞു, ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്. ഈ കാണുന്ന ജഗത്തൊക്കെ ഈശ്വരനാൽ വ്യാപ്തമാണ്. അങ്ങനെ ദർശിക്കണം. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആത്മാ എന്നർത്ഥം. അതിൽ സംശയമുണ്ടെങ്കിൽ ഭാഗവതം അതിനൊരു വ്യാഖ്യാനം പോലെ ഇതേ മന്ത്രത്തിനെ ആത്മാവാസ്യമിതം വിശ്വം യത്കിഞ്ച ജഗത്യാം ജഗത് എന്ന് മാറ്റി. ഈശ്വരനാൽ വ്യാപ്തം എന്നുള്ളത് ഭാഗവതത്തിൽ ആത്മാവാസ്യം, ഈ ജഗത്ത് മുഴുവൻ ആത്മസ്വരൂപമായിട്ട് കാണും. ആത്മസാക്ഷാത്കാരം, ആത്മജ്ഞാനം നേടിയ ജ്ഞാനികൾ എങ്ങനെ കാണുന്നു? ശ്രുതി പറഞ്ഞു, ആത്മാ ആത്മാ പശ്ചാദാത്മാ പുരസ്താദാത്മാ ദക്ഷിണതഃ ആത്മോത്തരതഃ ആത്മൈവേദം സർവം സ ഏവം പശ്യൻ ഏവം മന്വാനഃ ഏവം വിജാനൻ ആത്മരതിഃ ആത്മക്രീഡഃ ആത്മമിഥുനഃ ആത്മാനന്ദഃ സസ്വരാട് ഭവതി. ഉപനിഷത്ത് പറഞ്ഞു, പുറകെ ആത്മാ, മുൻപിൽ ആത്മാ, വലതുവശത്ത്, ഇടതുവശത്ത്, മേലെ, ചുവട്ടില്. ഏവം പശ്യൻ, ഇങ്ങനെ കണ്ടുകൊണ്ട്, ഏവം വിജാനൻ, ഇങ്ങനെ അറിഞ്ഞുകൊണ്ട്, ഏവം മന്വാനഃ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട്, ആത്മരതി, ആത്മാവിൽ തന്നെ രമിച്ചുകൊണ്ട്, ആത്മക്രീഡ, ആത്മാവിൽ തന്നെ കളിച്ചുകൊണ്ട്, ആത്മമിഥുന, തന്നിൽ നിന്ന് അന്യമായി കാണുന്ന വസ്തുക്കളൊക്കെ ആത്മസ്വരൂപമായി കണ്ടുകൊണ്ട്, സസ്വരാട് ഭവതി, ഒരു സ്വയം പ്രകാശസ്വരൂപനായി സ്വരാജ്യ സാമ്രാജ്യാധിപതിയായിട്ടിരിക്കുന്നു. എന്നുവെച്ചാൽ സർവത്ര ആത്മദർശനത്തിന്റെ ഒരു ആനന്ദം, സർവത്ര ഈശ്വര ദർശനത്തിന്റെ ഒരു ആനന്ദം. ഭാഗവതത്തില് അതാണ് പ്രഹ്ലാദന്റെ കഥ നമ്മൾ പറയണത്. എല്ലായിടത്തും ഭഗവാൻ അല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് പ്രഹ്ലാദൻ പ്രത്യേകിച്ച് തപസ്സൊന്നും ചെയ്തില്ല. തപസ്സൊക്കെ അഹങ്കാരം ഉള്ളപ്പോഴേ തപസ്സും ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യാൻ ഒരാൾ വേണമല്ലോ. ജ്ഞാനിക്ക് ജ്ഞാനനിഷ്ഠ തന്നെ തപസ്, ജ്ഞാനിക്ക് ബ്രഹ്മം തന്നെ തപസ്. പുരുഷ ഏവേദം വിശ്വം കർമ്മ തപോ ബ്രഹ്മപരാമൃതം ഏതദ്യോ വേദ നിഹിതം ഗുഹായാം സോ വിദ്യാഗ്രന്ഥിം വികരതീഹ സൗമ്യ. ഈശ്വരനെ അറിഞ്ഞവന് ഈശ്വര അനുഭവം സ്മരണ നിരന്തരം ഇരിക്കുമ്പോ പിന്നെ എന്ത് തപസ്? കണ്ണു തുറന്നാലും ഭഗവാൻ തന്നെ, കണ്ണു മൂടിയാലും ഭഗവാൻ തന്നെ. ധ്യാനിച്ചിട്ടിപ്പോ നേടാനൊന്നുമില്ല. നിരന്തരം ധ്യാനമാണ് അല്ലേ? നിരന്തരം ഭഗവത് സ്മരണ. അതുകൊണ്ടാണ് ഭക്തന്മാരൊക്കെ പറഞ്ഞ്, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, വെറുതെ നാമം ജപിച്ചോളാണ്. കേൾക്കുമ്പോ വളരെ സാധാരണ സാധനയായിട്ട് തോന്നും. പക്ഷെ അനുസ്യൂതം ഭഗവത് സ്മരണ നിലനിർത്താനായിട്ടൊരു വഴിയാണ്. നാമം ജപിച്ചുകൊണ്ടേയിരിക്കും. ബാക്കി ഇപ്പൊ വിഷ്ണു സഹസ്രനാമം ജപിക്കുക 20 മിനിറ്റിൽ തീർന്നു പോകും. വേദം ചൊല്ലിയ കുറച്ചു നേരത്തിൽ തീർന്നു പോകും. ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ കുറച്ചു നേരത്തിൽ തീർന്നു പോകും. ഇതൊക്കെ ആവാം. പക്ഷേ ഒരു അനുസ്യൂത സ്മരണം വേണം. സതതം കീർത്തയന്തഃ സ്മരന്തഃ, ഒരു സതത സ്മരണ വേണം. ആ സ്മരണയ്ക്കാണ് ഭഗവത് നാമം ജപിച്ചുകൊണ്ടേയിരുന്നോളാണ്. ഉള്ളിലിങ്ങനെ തൈലധാരാവത്, ഒരു ധാര, ഒരു കറണ്ട് പോലെ ഇങ്ങനെ ഭഗവത് സ്മരണം അനുസ്യൂതം സഹജമായിട്ട് അങ്ങനെ സ്വാഭാവികമായിട്ട് ഉള്ളിൽ അങ്ങനെ ഇരുന്നാൽ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടല്ല. എന്നുവെച്ചാൽ ഒരു എന്തെങ്കിലുമൊക്കെ പ്രബലമായിട്ട് ചെയ്യണമെങ്കിൽ അഭിമാനം ഉണ്ടാവും. ഇതൊരു പ്രബലമായ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നടക്കും.
ഒരു പൂജ എന്ന് വെച്ചാൽ ചെയ്യണതൊക്കെ പെട്ടെന്ന് വന്നുപോകും. ഒരു ധ്യാനം എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇറങ്ങി നോക്കുണ്ടോന്ന് നോക്കും. ഒരു യോഗം എന്ന് വെച്ചാൽ ഞാൻ ചെയ്യണമെന്ന് തോന്നും അല്ലേ? അതുകൊണ്ടാണ് എന്തെങ്കിലും ചൊല്ലണം, വായ കൊണ്ടിങ്ങനെ ജപിച്ചോളാം. നാമജപം സ്മരണമം അങ്ങനെ സതതമായ സുലഭമായ സ്മരണ ഉണ്ടായിക്കൊണ്ടേയിരിക്കട്ടെ എന്ന് പറയുന്നത്. അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴി. എന്തിനാണെന്ന് വെച്ചാൽ ആരെയാ സ്മരിക്കുന്നത്? ആത്മാവിനെ. നമ്മൾ നാമജപമൊക്കെ ചെയ്യണത് എന്തിനാ? ആത്മാ ജപിച്ചുകൊണ്ടിരിക്കണ ജപം കേൾക്കണവരെ നമ്മൾ ജപം ചെയ്യണം. നമ്മൾ ചെയ്യുന്ന ജപമൊക്കെ അവസാനം ഉള്ളിലൊരു അജപാജപമുണ്ട്. നമ്മൾ ജപിക്കാതെ ഒരു ജപം നടക്കുന്നുണ്ട് അല്ലേ? ആ ജപത്തിന്റെ കോണ്ടാക്ട് വന്നാൽ, ആ സ്ട്രീമിൽ വീണാൽ നമ്മളുടെ ജപം നിന്നു പോകും. ഉള്ളിലൊരു സ്രോതസ്സുണ്ട്. ആ സ്രോതസ്സിനെ ഉള്ളില് തൊട്ട് കഴിഞ്ഞാൽ അനുസ്യൂതം ആ മഹാമന്ത്രം അനവരതം ഒരു മഹാമന്ത്രം ഉള്ളില് സ്പന്ദിക്കുന്നുണ്ട്. അത് ഒരു ഭാഷയിലും ഉള്ള വാക്കല്ല. അത് സംസ്കൃതമോ മലയാളമോ ഹിന്ദിയോ ഒന്നുമല്ല. അത് ഭാഷയ്ക്ക് അതീതമായ ഒരു ജപം. അത് അകമയ്ക്ക് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ സാധകനുമില്ല, സാധനയുമില്ല, സാധ്യമല്ല. അപ്പോ നിരന്തരം ഭഗവത് നാമ ജപം ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ മതി. എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യം. വേറെ ഒന്നും സാധിച്ചിട്ടില്ല. നാവ് ഒന്നേ വേണ്ടു ഹരിനാരായണായ നമ. ഭഗവത് നാമം ജപിച്ചുകൊണ്ടേയിരിക്കും. ചിത്തം ശുദ്ധമാവും, ചൈതന്യസ്ഫൂർത്തി ഉണ്ടാവും. പിന്നെ എവിടെ നോക്കുമ്പോഴും യാതൊന്നു കാൺപതതു നാരായണ പ്രതിമ. യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നിതൊക്കെ ഹരിനാരായണായ നമ. ത്വം വായുഃ അഗ്നിഃ അവനിഃ വിയദ് അംബുമാത്രാഃ പ്രാണേന്ദ്രിയാണി ഹൃദയം ചിദ് അനുഗ്രഹശ്ച സർവം ത്വമേവ സഗുണോ വിഗുണശ്ച ഭൂമൻ നാന്യത്വദസ്തി യത് മനോ വചസാ നിരുക്തം. പ്രഹ്ലാദസ്തുതി ഭാഗവതത്തില് പ്രഹ്ലാദൻ പറയണു, അങ്ങല്ലാതെ വേറെ ഒന്നും ഞാൻ കാണുന്നില്ല എന്ന്. ഈ അച്ഛനാണ് ചോദിക്കുന്നത്, തൂണിലുണ്ടോ തൂണിലുണ്ടോ? എനിക്ക് തൂണേ കാണാൻ വയ്യ, പഞ്ചഭൂതങ്ങളെ കാണാനില്ല. ത്വം വായുഃ, ഈ വായു ഉണ്ടല്ലോ, വായുവും നീയാണ്. അഗ്നി, അഗ്നി നീയാണ്. വിയദ്, ആകാശം നീയാണ്. അമ്പു, ജലം നീയാണ്. പഞ്ചതന്മാത്രകൾ നീയാണ്. പ്രാണൻ നീയാണ്. ഇന്ദ്രിയങ്ങൾ നീയാണ്. മനസ്സ് നീയാണ്. അഭിമാനം നീയാണ്. കൃപ നീയാണ്. സർവം ത്വമേവ സഗുണോ വിഗുണശ്ച ഭൂമൻ. നല്ലത് ചീത്ത എന്നൊക്കെ ലോകത്തില് പിരിച്ചു പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ നിന്റെ സ്വരൂപം. എന്നാ അന്യത് അസ്തി, വേറെ ഒന്നുമില്ല ഭഗവാൻ. ആത്മൈവ ഇദം സർവം, ഇദം സർവം യദയം ആത്മാ സർവം ഖലു ഇദം ബ്രഹ്മ ഏകമേവ അദ്വിതീയം നേഹ നാനാസ്തി കിഞ്ചന ഈശാവാസ്യമിതം സർവം. എത്ര മഹാവാക്യം!
ഇങ്ങനെ സഹജമായി തത്വജ്ഞാനമുള്ളവൻ വിശ്വത്തിനെ മുഴുവനും ഭഗവത് സ്വരൂപമായിട്ട് കാണുന്നു. ഭാഗവതം എഴുതാനായിട്ട് വ്യാസഭഗവാന് നാരദ മഹർഷി ഉപദേശം കൊടുത്തപ്പോ വ്യാസന്റെ അടുത്ത് പറഞ്ഞു, വ്യാസരെ, ആളുകൾക്ക് അറിയാത്ത ഒരു കാര്യമേ ഉള്ളൂ, ഒറ്റ കാര്യമേ അറിയാനുള്ളൂ. എന്താന്ന് വെച്ചാൽ ഇദം ഹി വിശ്വം ഭഗവാൻ. ഈ വിശ്വം ഭഗവാന്റെ സ്വരൂപമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ അവര് മോളിക്യൂളാണ്, ആറ്റമാണെന്നൊക്കെ പറഞ്ഞ് പഠിക്കും. ഇലക്ട്രോൺ ആണ്, പ്രോട്ടോൺ ആണ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. ഇദം ഹി വിശ്വം ഭഗവാൻ എന്ന് ബോധിപ്പിക്കാൻ ഒരാൾ വേണം. ഇദം ഹി വിശ്വം ഭഗവാൻ ഇവേതരോ ഇതരഹ ഇവ ഭാതി തദ് ഹി സ്വയം വേദ. അങ്ങക്ക് അറിയാം, പറയാൻ എന്തിനാ മടിക്കണത്, പറയൂ എന്നാണ്. അതിനുവേണ്ടി ഈ ഗ്രന്ഥം എഴുതുക. എല്ലാത്തിനകത്തും ഈശ്വരൻ ഈശ്വരൻ എന്ന് തോന്നട്ടെ, ഇവന് ഭഗവാൻ എന്ന് തോന്നട്ടെ. ലെറ്റ് എവ്രിതിങ് ബിക്കം ഡിവൈൻ, ദിവ്യമായിട്ട് തീരട്ടെ എന്ന് ബോധിപ്പിക്കുകയാണ്. ഇത് ഭഗവാൻ അർജുനന്റെ അടുത്ത് പറഞ്ഞു, മയാ തതമിതം സർവം ജഗദവ്യക്തമൂർത്തിന മത്സ്ഥാനി സർവഭൂതാനി നചാഹം തേഷു അവസ്ഥിതഃ നച മത്സ്ഥാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം യോഗപൃന്നച ഭൂതപൃന്നച ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവനഃ. ഭഗവാൻ അർജുനനോട് വ്യക്തമായിട്ട് പറഞ്ഞു, ഹേ അർജുന, എന്നാൽ ഈ വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. കാണാനില്ലല്ലോ, അവ്യക്തമൂർത്തിന, ആത്മാവായിട്ടാണ് വ്യാപിച്ചിരിക്കുന്നത്, ഈ കണ്ണുകൊണ്ട് കാണുന്ന സാധനമായിട്ടല്ല. ഈ ഭൂതങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എന്നിലാണ് ഇരിക്കുന്നത്. പക്ഷെ വാസ്തവത്തിൽ അവയൊന്നും എന്നിൽ ഇല്ലാതാനും. ഈ വളമാലയൊക്കെ സ്വർണത്തിലുണ്ടോ? സ്വർണത്തിനെ വളയായിട്ടും മാലയായിട്ടും മോതിരമാക്കിയും ഒക്കെ മാറ്റി അല്ലേ? ഇപ്പോ സ്വർണം പറയാണ് ഈ വളയും മാലയും ഒക്കെ എന്നിലാണ് ഇരിക്കുന്നത് എന്ന് പറയാം. പക്ഷെ വാസ്തവത്തിൽ വളയും മാലയും ഒക്കെ നിന്നിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്നിലില്ല. ഉരുക്കി കഴിഞ്ഞു. വള മാലയാവും, മാല മോതിരമാവും, ഒക്കെ മാറും. ഒന്നും എന്നിൽ ഇരിക്കുമ്പോ തന്നെ എന്നിൽ അതിന് നിരന്തരമായി ഇരിപ്പില്ല. ഞാൻ മാത്രമേ ഉള്ളൂ അർജുന, ഏകദൈവ അനുദ്രഷ്ടവ്യം എന്നൊക്കെ ഭഗവാൻ അർജുനന്റെ അടുത്ത് പറഞ്ഞു. ഇപ്പൊ അർജുനൻ പറയണത്, ഭഗവാനെ, എനിക്ക് ആ വിശ്വരൂപം കാണിച്ചു തരൂ. അതായത് വിശ്വത്തിനെ അവിടുത്തെ സ്വരൂപമായി ശക്തിയായിട്ട് എനിക്ക് കാണണം. ഈശ്വര ശക്തി തുടിച്ചു നിൽക്കുന്നതായിട്ട് എനിക്ക് കാണണം. ചില ഇനീഷ്യേഷൻ, മന്ത്രദീക്ഷ അഥവാ ജ്ഞാനികളുടെ സന്നിധിയില് ചിലർക്കൊക്കെ കുറച്ചു നേരത്തേക്ക് ആ അനുഭവം ഉണ്ടാവും. സ്വാമി രാമദാസ് ആനന്ദാശ്രമം കാഞ്ഞങ്ങാട് ഉണ്ടായിരുന്ന സ്വാമി രാമദാസ് രമണ ഭഗവാനെ കാണാൻ വന്നു. അപ്പോഴാണ് അദ്ദേഹം സന്യാസിയായി എല്ലാം വിട്ട് രാമനാമം ജപിച്ച് ഇങ്ങനെ പരിവരാജകനായി അലഞ്ഞ് തിരുവണ്ണാമലയിലെത്തി. ആശ്രമത്തിൽ വന്നു, ഭഗവാനെ കണ്ടു. ഭഗവാൻ അന്ന് 1920കളിലാണ്, 20നും 30നും നടുവിലുള്ള സമയത്ത് ആശ്രമം ഒരു ചെറിയ കുടിലും മാത്രമാണ്. ആ സമയത്താണ് വന്ന് കാണുന്നത്. മഹർഷിയെ വന്ന് കണ്ടു. മഹർഷി ഒന്നും മിണ്ടിയില്ല. അദ്ദേഹത്തിനും സംശയം ചോദിക്കാൻ ഒന്നുമില്ല. ഉത്തമ സാധകന്മാർക്ക് ഒരു ഗുരുവിന്റെ അടുത്ത് നിന്നും സാന്നിധ്യത്തിന്റെ ബലം മാത്രമേ എടുക്കാനുള്ളൂ. ആ സാന്നിധ്യമേ വേണ്ടൂ, അവർക്ക് അറിയാനൊന്നുമില്ല. അതുകൊണ്ട് ഒന്നും ചോദിച്ചില്ല. അവിടെ ചെന്ന് വളരെ നേരം ഇരുന്നു. പിന്നെ അവസാനം ഭഗവാന്റെ അടുത്ത് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഒരു ഭിക്ഷക്കാരനായിട്ട് നിൽക്കുകയാണ്. എന്ത് ഭിക്ഷയാ എടുക്കണതെന്ന് വെച്ചാൽ അവിടുത്തെ കൃപ, വേറെ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ അങ്ങനെ ഒരു നോട്ടം നോക്കി.
ശരീരാഭിമാനികൾ മറ്റുള്ളവരെ ശരീരമായിട്ട് നോക്കും, മനസ്സിൽ നിൽക്കുന്നവർ മറ്റുള്ളവരെ മനസ്സിൽ നോക്കും, ബ്രെയിനിൽ നിൽക്കുന്നവർ ബ്രെയിനിൽ നോക്കും. സ്വയം ആത്മാവായി നിൽക്കണവൻ ആത്മാവിനെയാണ് നോക്കുന്നത്. അത് റിസീവ് ചെയ്യാനുള്ള പവർ ഉണ്ടെങ്കിൽ കിട്ടും. ഒരു പക്വമായിരുന്നു സ്വാമി രാമദാസ്. ആ സമയത്ത് അഗ്നി കൊളുത്തി മേലിട്ട പോലെ ആയി. നേരെ മലയുടെ മുകളിൽ ഗുഹയിൽ ചെന്ന് ഏകദേശം 10-20 ദിവസത്തിലധികം ആ ഗുഹയിലിരുന്ന് ധ്യാനത്തിലിരുന്നു, രാമനാമം ജപിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഒരു ദിവസം പുറത്തു വരുമ്പോ ആ ഉള്ളിലുള്ള ആനന്ദം, ഉള്ളിലുള്ള പ്രകാശ ഇന്ദ്രിയങ്ങളിലൂടെ അങ്ങനെ പുറത്തേക്ക് വ്യാപിക്കാൻ, കാണുന്നതൊക്കെ നോക്കുമ്പോ ഒക്കെ ഈശ്വര സ്വരൂപമായിട്ട് സ്പന്ദിച്ചുകൊണ്ടിരിക്കുക. മരം കാണാനില്ല, മല കാണാനില്ല, ആകാശം ഭൂമി എല്ലാം ചൈതന്യമയമായിട്ടിരിക്കുക, ചൈതന്യസ്ഫൂർത്തിയായിട്ടിരിക്കുക. ആനന്ദത്തിൽ തുള്ളിക്കളിച്ച് വിറക് കൊണ്ടുപോകുന്ന ഒരു പയ്യനെ ചെന്ന് പോയിട്ട് കെട്ടിപ്പിടിച്ചു സന്തോഷത്തിൽ. പിന്നാലെ സ്വാമി രാമദാസ് തന്നെ പറയണു, ആ പയ്യൻ പേടിച്ചുപോയി. പിന്നെ എന്നെ സൂക്ഷിച്ചു നോക്കി, എന്റെ വായിൽ പല്ലൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ കടിക്കില്ല എന്ന് ഉറപ്പായി. തമാശയായിട്ട് പറഞ്ഞതാണെങ്കിലും ആനന്ദം. പക്ഷെ ആ ആനന്ദം ഒരു ഗ്ലിംസാണ്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാലം അദ്ദേഹത്തിന് പരിശ്രമിക്കേണ്ടി വന്നു ആ സ്റ്റേജിൽ നിൽക്കാനായിട്ട്. അതൊരു ഗ്ലിംസ് മാത്രം. പിന്നാലെ വളരെ കാലത്തിന് ശേഷം അദ്ദേഹത്തിനടുത്ത് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, രമണ മഹർഷി അങ്ങേക്ക് തന്ന പോലെ ഞങ്ങൾക്കും തന്നൂടെ എന്നൊക്കെ. ഞാൻ എങ്ങനെ അവിടെ പോയോ അതുപോലെ നിങ്ങളും വന്നാൽ കിട്ടും. അപ്പൊ ഒരിക്കല് ഒരു ഭക്തൻ പറഞ്ഞു, ഞങ്ങളെ അങ്ങ് എക്സ്പെക്ട് ചെയ്യരുത്, അങ്ങേ പോലെ ഞങ്ങൾ ഭഗവാന്റെ അടുത്ത് പോയ പോലെ ഞങ്ങൾ വരണമെന്ന് പ്രതീക്ഷിക്കരുത്. ഞങ്ങൾക്ക് ആ യോഗ്യത തന്ന് ഞങ്ങളെ കൊണ്ട് അത് സ്വീകരിപ്പിക്കണം. അപ്പൊ ഒരു ദിവസം എന്തോ ഒരു മൂഡില് സ്വാമി ഒരു 5-6 പേരുണ്ട്, എല്ലാവരുടെ മുമ്പിലും പറഞ്ഞു, ഇന്ന് ഞാൻ തയ്യാറാണ് നിങ്ങൾക്കൊക്കെ അനുഭവം തരാൻ. ആരാ ധൈര്യമുള്ളതെന്ന് വെച്ചാൽ എഴുന്നേറ്റ് വരുമെന്ന്. ഒരു പ്രത്യേക മൂഡിൽ ഒരാളും എഴുന്നേറ്റില്ല. ഒരാളും എഴുന്നേറ്റില്ല. എന്താന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് വെൻ യു എൻകൗണ്ടർ ഇറ്റ്, അപ്പോ അയ്യോ നമ്മുടെ പേഴ്സണാലിറ്റി വ്യക്തിത്വം ഒക്കെ പോയി പോകും. ഭയദർശന, പേടി. എന്താവും, നാളെ ഒരുപാട് കാര്യമുണ്ട്, എന്തൊക്കെയോ ചെയ്യാനുണ്ട്, എന്തായി പോവോ ഒരു പേടി. ഒരാളും എണ്ണീട്ടില്ല. അതാണ് ഗൗഡപാദർ പറഞ്ഞു, ഭയപ്പെടാൻ പാടില്ലാത്തതിനെ ഭയപ്പെടുന്നു, അഭയേ ഭയദർശന. 3 പ്രാവശ്യം പറഞ്ഞു, ടുഡേ രാംദാസ് ഈസ് റെഡി ടു ഗിവ് ഇറ്റ്. 3 പ്രാവശ്യം ആരും എണീറ്റില്ല. അപ്പോ വിശ്വം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം വിശതേഹേ പ്രവേശനാത് തത് സൃഷ്ട്വാ തദേവാനുപ്രാവിശത് എന്നുള്ളതിൽ നിന്നാണ് വിശ്വം വന്നിരിക്കുന്നത്. ഈശ്വരൻ ഇതിനെ സൃഷ്ടിച്ച് അതിനകത്ത് താൻ തന്നെ സ്വയം പ്രവേശിച്ച് അതായിട്ട് ഇരിക്കണം എന്നാണ് വേദം പറയണത്. തത് സൃഷ്ട്വാ തദേവാനുപ്രാവിശത് തദനുപ്രവിശ്യ സത്യച്ഛാഭവത് നിരുക്തഞ്ചാനിരുക്തഞ്ച നിലയനഞ്ചാനിലയനഞ്ച വിജ്ഞാനഞ്ചാവിജ്ഞാനഞ്ച സത്യഞ്ച അനൃതഞ്ച എല്ലാമായിട്ട് തീർന്നു എന്നാണ്. സൃഷ്ടിച്ച് പ്രവേശിച്ചിട്ട് സത്തും അസത്തും നിരൂപിക്കാൻ സാധിക്കുന്നതും നിരൂപിക്കാൻ സാധിക്കാത്തതും നിലനിൽപ്പുള്ളതും നിലനിൽപ്പില്ലാത്തതും സത്യവും കള്ളമും എല്ലാമായിട്ട് സ്വയം താൻ തന്നെ നിൽക്കുന്നു. ആ വിശ്വത്തിനെ, ആ ഭഗവാന്റെ ചൈതന്യശക്തി സ്ഫുരിച്ചു നിൽക്കുന്നതായിട്ട് കാണാനുള്ള ആഗ്രഹമാണ് അർജുനൻ ഇവിടെ പ്രകടിപ്പിച്ചത്.
അതിന് ഭഗവാൻ ദാ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഏവമുക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഃ ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം അനേകവക്ത്രനയനം അനേകാദ്ഭുതദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം ദിവ്യമാല്യാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം ദിവി സൂര്യസഹസ്രസ്യ ഭവേദ്യുഗപതുത്ഥിതാ യദി ഭാസദൃശീ സാ സ്യാദ് ഭാസസ്തസ്യ മഹാത്മനഃ. സഞ്ജയൻ പറഞ്ഞു, ആയിരക്കണക്കിന് സൂര്യന്മാർ ഒന്നിച്ചുദിച്ച പോലെ ഒരു പ്രകാശം ഞാൻ കാണുന്നു. അങ്ങനെ ഒരു യോഗദർശനം സഞ്ജയനുണ്ടായി. സഞ്ജയൻ പറയാണ്, അങ്ങനെ അടുത്ത ശ്ലോകം നോക്കാം. തത്രൈകസ്ഥം ജഗത്കൃത്സ്നം പ്രവിഭക്തമനേകധാ അവശ്യദ്ദേവദേവസ്യ ശരീരേ പാണ്ഡവസ്തദാ. ദേവദേവനായ ഭഗവാന്റെ ശരീരത്തില് ആ പാണ്ഡവൻ ജഗത്കൃഷ്ണം പശ്യത്ത്. നമുക്കൊരു ഭക്തി ചെയ്യുമ്പോൾ ഒരു സാളഗ്രാമത്തില് വിശ്വം മുഴുവനും അതിനകത്തുണ്ട്. തത്ര ഏകസ്ഥം ജഗത്കൃഷ്ണം പ്രവിഭക്തമനേകഥ. ഒരേ വസ്തു അനേകങ്ങളായിട്ട് കാണപ്പെടുന്നതൊക്കെ ഏകസ്ഥം അപശ്യത്ത്. ഒരേ അധിഷ്ഠാനത്തില് അനേക നാമരൂപങ്ങളോടുകൂടെ പിരിഞ്ഞിരിക്കുന്നത് മുഴുവൻ ഒരേ അധിഷ്ഠാനത്തിലാണ് ഇരിക്കുന്നത്. ഈ വിശ്വം മുഴുവൻ ഏത് അധിഷ്ഠാനത്തിലായിരിക്കുന്നത്? ഞാനുണ്ട് എന്നുള്ള അനുഭവത്തിലാണ് പ്രപഞ്ചം മുഴുവൻ അറിയപ്പെടുന്നത്. ഉണ്ട് എന്നുള്ള അനുഭവരൂപമായ ബോധത്തിലാണ് പ്രപഞ്ചം വൈകുണ്ഠമോ കൈലാസമോ എന്തൊക്കെ കാണണമെങ്കിലും എല്ലാം ഈ അധിഷ്ഠാനത്തിൽ, അസ്തിത്വത്തിൽ, ചിത്പ്രകാശത്തിലാണ് അറിയപ്പെടുന്നത്. ആ ചിത്പ്രകാശത്തിൽ ഏകസ്ഥം, ഒരേ സ്ഥലത്ത്, കൃത്സ്നം ജഗത്, കംപ്ലീറ്റ് ഹോൾ യൂണിവേഴ്സ്, പ്രവിഭക്തമനേകഥ, അനേകമായിട്ട് പിരിഞ്ഞിരിക്കുന്ന ജഗത്ത് മുഴുവൻ അപശ്യത്, കണ്ടു. ദേവദേവസ്യ ശരീരേ, ആ ദേവദേവനായ ഭഗവാന്റെ ദിവ്യശരീരത്തിൽ കണ്ടു. ആര് കണ്ടു? പാണ്ഡവ. ആ അർജുനൻ കണ്ടു. എല്ലാത്തിനെയും അവിടെ കണ്ടു. അങ്ങനെ കണ്ടിട്ട് എന്തായി? തതസ്സ വിസ്മയാവിഷ്ടോ ഹൃഷ്ടരോമാ ധനഞ്ജയഃ പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലിരഭാഷത. ഭഗവാന്റെ വൈഭവം കാണുന്നത് എന്തിനാന്ന് വെച്ചാൽ അപ്പൊ ഭക്തി, സറണ്ടർ. ഈശ്വരൻ ശക്തി കാണുമ്പോ വീര്യം കാണിച്ചു കഴിഞ്ഞാൽ അരുണാചല അക്ഷരമണമാലയിൽ ഒരു പാട്ട് വരും. അരുണാചലേശ്വരൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എന്റെ ധൈര്യത്തിനെ, വീര്യത്തിനെ എന്റെ അടുത്ത് കാണിച്ചതോടുകൂടെ ശഴക്കത്തതെന്റെ ചുമ്മാ ഇരുന്നായി അരുണാചല. ഇവൻ പവർലെസ് ആയിട്ട് തോന്നുന്നു. ഈശ്വരന്റെ വൈഭവം കാണുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഈശ്വരന്റെ ഒരു വൈഭവമാണ്. പല അനുഭവങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുന്നത് എന്തിനാന്ന് വെച്ചാൽ അതൊക്കെ നമ്മുടെ അടുത്ത് ഒരു കാര്യം പറയും, നീ ഒന്നുമല്ല, നീ ഒന്നുമല്ല. അതാണ് പലപ്പോഴും ജീവിതത്തിൽ ഈ അനുഭവങ്ങളൊന്നും വന്നിട്ടില്ലാത്തവർ അപക്വമായിട്ടിരിക്കും. എന്താന്ന് വെച്ചാൽ ഞാൻ എന്തോ ആണെന്നുള്ളൊരു ധാരണയുണ്ടോ. മഹത് ഭയം വജ്രമുദ്യതം. വേദം തന്നെ പറയണത് ദേവൻ കയ്യിലൊരു വജ്രവും വെച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാന്ന് വെച്ചാൽ അഹങ്കാര സർജറി സ്പെഷ്യലിസ്റ്റ്, സ്പെഷ്യലൈസേഷൻ ഇൻ ഈഗോ സർജറി.
ജീവിതത്തില് ഓരോരുത്തരും ചെറുപ്പകാലത്താവുമ്പോ അങ്ങനെ തണ്ട് നല്ല ബലമായിട്ടിരിക്കണു. അത് കുറച്ച് ഓടിക്കഴിയുമ്പോ ആള് നനഞ്ഞ പൂച്ച പോലെയാവും. എന്താ പറ്റിയ ഒന്നുമില്ല അല്ലേ? അതാണ് ആ ഒരു ഉഗ്രരൂപത്തിനെ കാണുമ്പോഴാണ് ഇത്തിരി പേടി തോന്നിയിട്ട് ആളുകളൊക്കെ നമസ്തേ രുദ്രമന്യവ ഉതോത ഇഷവേ നമഃ, നമസ്തേ അസ്തു ധന്വനേ ബാഹുഭ്യാമുതേ നമഃ, യാത യിഷു ശിവതമാ ശിവം ബഭൂവതേ ധനുഃ, ശിവാശരവ്യായാതവതയാനോ രുദ്രമൃഢയാ, യാതേ രുദ്രശിവാ തനൂഃ ശിവാ വിശ്വാഹഭേഷജീ. ഭഗവാന്റെ ശരീരം ഉണ്ടല്ലോ ഒരു മരുന്ന് എന്നാണ്. യാതേ രുദ്രശിവാ തനൂഹു, മംഗളമായ അവിടുത്തെ സ്വരൂപം വിശ്വാഹഭേഷജീ, ഈ വിശ്വത്തിന് മുഴുവൻ ഒരു മരുന്ന്. പക്ഷേ ചില മരുന്നൊക്കെ ഇപ്പൊ കടുക്ക വളരെ നല്ലതാണ്, ഉള്ളിൽ പോയി തകട്ടിയിട്ട് വരും അല്ലേ? ഒരു കടുക്കയ്ക്ക് തുല്യം 10 അമ്മമാര് പോലും ഇല്ല എന്നൊക്കെയാണ് പറയണത്. പക്ഷെ കഴിക്കാൻ പറ്റണ്ടേ അല്ലേ? അപ്പൊ ഭഗവാൻ കയ്യില് ഭഗവാന്റെ കോപം അനുഗ്രഹമാണ്. ചിലപ്പോ കോപിക്കും, അനുഗ്രഹമാണ്. അയ്യോ നമസ്തേ രുദ്രമന്യവ, അവിടുത്തെ കോപത്തിനൊരു നമസ്കാരം. അവിടുത്തെ കയ്യിലുള്ള അമ്പ് വില്ല് ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നമസ്കാരം. ആ ഞാനൊക്കെ ഇത്തിരി അഴിച്ചു വെക്കൂ എന്നാണ്, ബുള്ളറ്റൊക്കെ വെളിയിലെടുത്ത് വെക്കൂ, എന്റെ മേലെ പ്രയോഗിക്കണ്ട അല്ലേ? മറ്റു പലരുടെയും ജീവിതം കാണുമ്പോ തോന്നും അയ്യോ ഇത് എന്റെ മേലെ എവിടെയെങ്കിലുമൊക്കെ വന്നാല് ഞാൻ എന്താവും. അപ്പൊ ഈശ്വരന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ അവിടുത്തെ അമ്പിന് നമസ്കാരം, അവിടുത്തെ വില്ലിന് നമസ്കാരം. കയ്യിലൊക്കെ ഓരോ സാധനം ഉണ്ടേ. ഉതോത ഇഷവേ നമഃ, അങ്ങേക്ക് കൈക്ക് നമസ്കാരം. അതൊക്കെ ഒത്തിരി ഒന്ന് കൈ ഭംഗിയായിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുമെന്നാണ്, കയ്യിലൊന്നും വേണ്ട, എന്തെങ്കിലും പ്രയോഗിക്കണ്ട എന്റെ മേലെ എന്ന് പറയാം. അപ്പൊ ഈശ്വരൻ ആ വിശ്വരൂപ ദർശനം, ആ പവർ കാണുമ്പോ, ശക്തി കാണുമ്പോ, വൈഭവം കാണുമ്പോ ഈ ജീവൻ എന്തു പറ്റണു? ഇയാളുടെ ഈഗോ ജീവിക്കുന്നത് തന്നെ തനിക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതൊക്കെ പോയി, കാറ്റഴിച്ചു വിട്ട ബലൂണ് പോലെ പോയി. അർജുനന് തന്റെ ശക്തിയിലൊരു അഭിമാനമുണ്ട്. അപ്പോഴാണ് കാണുന്നത് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ വൈഭവം, ഈശ്വരന്റെ മൂർത്തി അങ്ങോട്ട് കണ്ടപ്പോ, ആ ശക്തി കണ്ടപ്പോ അപ്പൊ അറിയണു താൻ ഒന്നുമല്ല എന്നറിയാണ്. അതാണ് അർജുനൻ അവിടെ പറഞ്ഞത് തതസ്സ വിസ്മയാവിഷ്ട, ആശ്രയം. ആ വിസ്മയിച്ചിട്ട് ഹൃഷ്ടരോമ, ശരീരത്തിലൊക്കെ രോമരാജികളൊക്കെ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക ആനന്ദം കൊണ്ട്. ധനഞ്ജയ, വലിയ ധനഞ്ജയനാണ്, വലിയ ഒരുപാട് ആളുകൾ ധനഞ്ജയന്മാരാണ്. ധാരാളം ധനം ജയിച്ച് ബാങ്കിലിട്ട് വെച്ചിട്ടുണ്ട്. ഹൃഷ്ടരോമ ധനഞ്ജയ പ്രണമ്യ ശിരസാദേവം, വീണങ്ങട് നമസ്കരിച്ചു. കൃതാഞ്ജലി, കൈകൂപ്പി നിന്നു. അഭാഷത, കൈകൂപ്പി നിന്നുകൊണ്ട് ഭഗവാനോട് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ മുമ്പില് ആ വിഷൻ ദർശനം ഉണ്ടാവാണ്. ഈശ്വരന്റെ വൈഭവത്തിന്റെ വിശ്വരൂപത്തിന്റെ ദർശനം അർജുനന്റെ വാക്കിലൂടെയാണ് നമ്മളിനി കാണുന്നത്. അർജുനോ വാച പശ്യാമി ദേവാൻ സ്തവ ദേവദേഹേ സർവാൻ തഥാ ഭൂതവിശേഷ സംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീംശ്ച സർവാൻ ഉരഗാംശ്ച ദിവ്യാൻ. പ്ലെയിൻ ഓഫ് കോൺഷ്യസ്നെസ് മാറി. അൺസെറ്റിൽഡായി വിഷൻ. അതായത് ഇപ്പൊ നമുക്ക് ഇങ്ങനെയേ ഉള്ളൂ. ഇവിടുന്ന് പോണുമ്പോ പാലക്കാട് പോണു, കൊച്ചി പോണു, ഇന്ന ആളുകളെ കാണുന്നൊക്കെ ആയി അല്ലേ. ഇപ്പൊ സഡൻ ആയിട്ട് ഇവിടുന്ന് പാലക്കാട് പോയി അവിടെ പോയി നോക്കുമ്പോ ന്യൂയോർക്ക് ആണെങ്കിൽ എങ്ങനെയുണ്ടാവും ആലോചിച്ചു.
നമ്മൾക്ക് തൽക്കാലത്തേക്കൊക്കെ സോളിഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഇന്നത് ഇന്ന വസ്തുവായിട്ട് ഇരിക്കണു എന്നുള്ള ഒരു നമ്മളുടെ ബുദ്ധിയുടെ ലിമിറ്റേഷൻ അനുസരിച്ച് ദൃശ്യപദാർത്ഥങ്ങൾ പരിണമിക്കാതെ ഇരിക്കുന്നിടത്തോളം നമ്മൾക്ക് ബാലൻസ് ഉണ്ട് എന്നർത്ഥം അല്ലേ? നമ്മളുടെ അവിടെ ഒരാള് കുറച്ച് അദ്ദേഹത്തിന് ടെൻഷൻ ഡിപ്രഷനൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ മഴ വരണു. അദ്ദേഹത്തിന് ഒരു കടയൊക്കെ ഉണ്ട്. വൈകുന്നേര സമയത്ത് കടയിൽ കയറി. അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ടെൻഷനും ഡിപ്രഷനും ഒക്കെയാണ്, വിഷമാണ് പാവം. കടയിൽ കയറി നോക്കുമ്പോൾ കടയിൽ ഗണപതിയും മുരുകനും ഇരിക്കുന്നു. അങ്ങോട്ടുള്ള കടയിൽ നോക്കിയപ്പോ ശിവനും പാർവതി ഇരിക്കുന്നു. വേറെ ഒരു കടയിൽ നോക്കുമ്പോൾ യമൻ ഇരിക്കുന്നു. ഞെട്ടിപ്പോയി. അല്ലെങ്കിൽ തന്നെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ട്, മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, വിഷമുണ്ട്, താൻ മരിച്ചു എന്ന് വിചാരിച്ചു കുറച്ചു നേരത്തേക്ക്. പിന്നെയാണ് മനസ്സിലായത് വിഷുവേലയ്ക്ക് വേഷം കെട്ടിയിട്ട് മഴ വന്നപ്പോ കയറിയിരുന്നതാണ്. ശരിക്കും നടന്ന ഇൻസിഡന്റ് ആണ്. വളരെ പേടിച്ചുപോയി. അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറച്ചു നേരത്തേക്ക് ശരിക്കും പേടിച്ചുപോയി. കാരണം മരുന്ന് അല്ലെങ്കിൽ തന്നെ എന്തോ ഒരുമാതിരി സെറ്റിൽഡ് അല്ലാതെ ഇരിക്കുകയാണ്. അപ്പോഴാണ് കടയിൽ നോക്കുമ്പോൾ മുരുകനും ശിവനും യമനും ഒക്കെ ഇരിക്കണത്. മഴ വന്നപ്പോ അവരൊക്കെ കയറി കടയിലിരുന്നതാ. പെട്ടെന്ന് യു സീ സം അതർ വേൾഡ് അല്ലേ? മഹാത്മാക്കളുടെ പലരുടെയും ദർശനമുണ്ട്. ആ ദർശനമൊന്നും ചിലപ്പോഴൊക്കെ നമ്മളുടെ കണക്കിന്റെ ഉള്ളിലൊന്നും വരില്ല, നമ്മളുടെ ലിമിറ്റേഷന്റെ ഉള്ളിലൊന്നും വരില്ല. ഉപാസനാമൂർത്തിയുടെ ഉള്ളിൽ വിശ്വം മുഴുവൻ കാണും. ഭഗവാൻ അരുണാചലേശ്വരനെ വെച്ചുകൊണ്ട് ഭഗവാൻ രമണ മഹർഷി പറഞ്ഞു, ഈ വിശ്വം മുഴുവൻ ഹേ അരുണാചല നിന്നിൽ ഉദിച്ച് നിന്നിൽ നിന്ന് നിന്നിൽ ലയിക്കുന്നു. ചിത്തിരമാം ഇതെല്ലാം ചെമ്മലയെ നിൻപാലെ ഉത്തിതമായി നിன்றே ஒடுங்கிடுமால் நித்தியமும் நான் என்று இதயம் நடித்திடுவையால் உன் பெயர்தான் இதயம் என்றிடுവർത്താം. വിശ്വം മുഴുവൻ ഉദിക്കണോ നിൽക്കണോ അസ്തമിക്കണോ എന്ന് പറഞ്ഞാൽ ഒരു മലയിൽ എങ്ങനെ ഉദിക്കും, എങ്ങനെ നിൽക്കും, അസ്തമിക്കും? ഒരു ചെറിയ മൺതരിയിൽ യു സീ ദ എൻറ്റയർ യൂണിവേഴ്സ്. ഒരു ഡസ്റ്റ്, ഒരു പൊടി. ആ ദർശനമാണ് ഇവിടെ അർജുനന് പശ്യാമി ദേവാന്, ദേവന്മാരെയൊക്കെ കാണുന്നു. നമ്മൾ വിചാരിക്കുകയാണ് ഈ ലോകം മാത്രമേ ഉള്ളൂ എന്നാണ്. അതാണ് നമ്മളുടെ ലിമിറ്റേഷൻ. ശ്രുതി തന്നെ പറഞ്ഞ അയം ലോകഃ നാസ്തി പരഃ. യമൻ നചികേതസിന്റെ അടുത്ത് പറയാണ്, നചികേതസേ ഈ ലോകം മാത്രം സത്യം, വേറെ ഒന്നില്ല ധരിച്ചിരിക്കുന്നവൻ എന്റെ ലോകത്തിലേക്ക് സീസൺ ടിക്കറ്റ് എടുത്തിരിക്കുകയാണെന്നാണ്. വന്നു പോയിക്കൊണ്ടേയിരിക്കും. അയം ലോകോ നാസ്തി പര ഇതി വാണി പുനഃ പുനഃ വശമാപദ്യത്തെ മേ. പശ്യാമി ദേവാൻ, അനേക ദേവതകൾ, ഭൂതവിശേഷ സംഘാന്, ഭൂതങ്ങള് പലവിധത്തിലുള്ള ജരായുജം, അണ്ടജം, ഉദ്ഭിജം, സ്വേദജം എന്ന് പറയുന്ന പ്രാണിജാതങ്ങളെയൊക്കെ ഭഗവാന്റെ ശരീരത്തില് ഉദ്ഭവിക്കണം നിൽക്കുന്നതായിട്ടൊക്കെ കാണുന്നു. ദേവതകളെയും കാണുന്നു. ബ്രഹ്മാണമീശം, ബ്രഹ്മാവിനെ കാണുന്നു. കമലാസനസ്ഥനായ ബ്രഹ്മാവിനെ, സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെ കാണുന്നു. പദ്മാസനസ്ഥനായ ബ്രഹ്മാവിനെ കാണുന്നു. ബ്രഹ്മലോകം സാധാരണ മനുഷ്യർക്ക് പ്രവേശമില്ലാത്ത ലോകമാണ്. അതുവരയ്ക്കുമുള്ള ലോകം ജനനം മരണം ജനനം മരണം എന്നുള്ളതാണ്. അതിനകത്തേക്ക് എൻട്രി ആയാൽ തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റില്ല. ആ ബ്രഹ്മാവിന്റെ വിഷനും അർജുനന് ഇവിടെ കിട്ടുകയാണ്. ഇതൊക്കെ ഇപ്പൊ ശാസ്ത്രം മാത്രമാണ് നമുക്ക് പ്രമാണം. ഇതിലൊന്നും നമ്മളുടെ യുക്തി ലോജിക് ഒന്നും ഉപയോഗിക്കാനേ പാടില്ല. ഇതൊക്കെ ദേവതകളൊക്കെ സത്യം. നിങ്ങളൊക്കെ എങ്ങനെ സത്യമോ അതുപോലെ. നിങ്ങളൊന്നുമില്ല, ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ദേവതകളൊന്നുമില്ല. സകലതും ബ്രഹ്മസ്വരൂപമാണ്. അതുകൊണ്ട് ബ്രഹ്മാവിനെ കണ്ടു.
ഋഷീൻശ്ച സർവാൻ, അനേകം ഋഷികളെ കണ്ടു. ദിവ്യമായ സർപ്പങ്ങൾ, ഉരകങ്ങളെയൊക്കെ കണ്ടു. ഋഷീംശ്ച സർവാൻ ഉരകാംശ്ച ദിവ്യാൻ, അനേക ദിവ്യ മഹർഷിമാരെയൊക്കെ ഭഗവാന്റെ ശരീരത്തിൽ കണ്ടു. ഇതൊക്കെ തന്നെ ഒരു അലൗകിക ദർശനം. അതായത് ഈ ലോകത്തുനിന്ന് മാറി ഷിഫ്റ്റായി വിഷനില് അനേക ദിവ്യ ദർശനങ്ങളൊക്കെ കയറി വന്നു. അതോടെ അനേക ബാഹൂദരഭക്ത്രനേത്രം പശ്യാമി ത്വാം സർവതോനന്തരൂപം നാന്തം ന മധ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. അർജുനന്റെ സ്തുതിയാണല്ലോ. ഭഗവാനെ കാണുക. അനേക ബാഹൂദരവക്ത്രനേത്രം, അനേക ബാഹു ഉദര വക്ത്രനേത്രം, അനേകം കൈകള്, അനേകം വയറുകള്, അനേകം മുഖങ്ങള്, അനേകം കണ്ണുകള്. എല്ലാവരുടെ കണ്ണുകളും അവന്റെ കണ്ണുകളാണ്. എല്ലാ ഉദരവും അവന്റെ ഉദരമാണ്. അതുകൊണ്ട് ഏത് ഉദരത്തിലേക്ക് അന്നം പോയാലും അവിടെ പോകണം. അങ്കുഷ്ടമാത്ര പുരുഷ അങ്കുഷ്ടം ച സമാശ്രിത ഈശഃ സർവസ്യ ജഗതഃ പ്രഭു പ്രീണാതി വിശ്വഭുഗ്. കുട്ടി വിരൽ കുടിക്കില്ലേ? കുടിക്കുമ്പോ വിശ്വം മുഴുവൻ സന്തോഷിച്ചു. എന്തിനാ കുട്ടികൾ വിരൽ കുടിക്കുന്നത്? കട്ടവിരൽ. ചിലർക്കൊക്കെ പൂജയ്ക്ക് എന്താന്ന് വെച്ചാൽ ഈ കട്ടയുടെ വിരൽ വെച്ച് രുദ്രം ജപിച്ച് അഭിഷേകം ചെയ്യും. എന്താ ഈ കട്ടവിരലുള്ളത്? അങ്കുഷ്ടമാത്ര പുരുഷ. വേദം പറയണത് പരമേശ്വരൻ ഈ അങ്കുഷ്ടമാത്രമായിട്ടിരിക്കണു. അങ്കുഷ്ടം ച സമാസ്, ഇതിനകത്തിരിക്കണു എന്നാണ്. ലോകത്തിൽ തീർത്ഥസ്ഥലങ്ങളില്ലേ, അതുപോലെ ഈ ശരീരത്തിൽ ചില തീർത്ഥസ്ഥലങ്ങളുണ്ട്. ഇപ്പൊ കാശി ഒരു സ്പെഷ്യാലിറ്റി പറയണു, അരുണാചലം ഒരു സ്പെഷ്യൽ. അതുപോലെ ഈ കട്ടവിരൽ ഒരു സ്പെഷ്യൽ ആണത്രേ. അതുകൊണ്ടാണ് ആരും പുസ്തകത്തിൽ പറഞ്ഞ് പഠിപ്പിച്ച് എക്സസൈസ് ചെയ്യിപ്പിച്ചിട്ടല്ലല്ലോ കുടിക്കണത്. എന്തു രസ! കുടിച്ച് 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 എടുത്താ കരയാൻ തുടങ്ങും അല്ലേ? നമ്മൾ കുടിച്ചു നോക്കൂ, ഒന്നും വരില്ല. അതിനെന്ത് വരണു? നമ്മൾ പറയണു ഇന്ദ്രൻ പാല് വെച്ചു, എന്തൊക്കെയോ പറയണു നമ്മൾ. കാര്യം സംതിങ് ഇസ് ദേർ. എന്തോ ആ കുട്ടിക്ക് വേണ്ട ഈശ്വരൻ ഒരു സമ്പർക്കം അതിനകത്ത് കൊടുത്തു. ഈ വിരലൊന്നും കുടിക്കണ്ടേ? മുഖ്യമായിട്ട് അത് തന്നെയാണ്. ചിലപ്പോ ഒക്കെ കൂടെ ഇടും, എന്നാൽ ഇതന്നെയാണ് അല്ലേ? അങ്കുഷ്ടം ച സമാശ്രിത. കയ്യിൽ ഈ കട്ടവിരല് വിഭൂതിയാണെന്നാണ്. ഈ വിരല് എല്ലാ വിരലുകളിൽ നിന്നും വിട്ടുനിൽക്കുന്നു. പക്ഷെ ഈ വിരലില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ദ്രോണര് അതുമാത്രം ചോദിച്ചത് ഏകലവ്യന്റെ അടുത്ത്. അത് മാത്രം തരുന്നു. അങ്ങനെ അനേക ബാഹൂദരവക്ത്രനേത്ര, അനേക കണ്ണുകള്, അനേക കൈകള്, അനേകം വയറുകള്, ആദിയും മധ്യവും അവസാനമൊന്നുമില്ലാത്ത രൂപങ്ങള്. എല്ലാ രൂപങ്ങളും ആ ഭഗവാന്റെ രൂപം അല്ലേ? മഴ പെയ്താ എവിടെയെങ്കിലുമൊക്കെ പോയി നോക്കൂ, ഒരു പുറ്റിന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ തുരുതുരുതുരുതുരുവായിട്ട് വരും ആ പാറ്റ. കുറച്ച് കഴിഞ്ഞാൽ വിളക്കിന്റെ മുകളിലേക്കൊക്കെ വരും. എവിടുന്ന് വരണം? കുറച്ചു നേരം കഴിഞ്ഞാൽ കാണാനില്ല, ഒക്കെ ഉറുമ്പായിട്ട് മാറി ഇങ്ങോട്ട് പോയി. അങ്ങനെ വിശ്വം മുഴുവൻ നോക്കിയാൽ ചൈതന്യ സ്ഫൂർത്തി സർഗം.
നമ്മള് മൂഢബുദ്ധികള് ചൊവ്വയില് ജീവനുണ്ടോ ചന്ദ്രനിൽ ജീവനുണ്ടോ ചോദിച്ചുകൊണ്ടിരിക്കുക. ജീവൻ എന്ന് പറയുന്നതിന് ഒരു കൺസെപ്റ്റ് വെച്ച് ഒരു ലിമിറ്റേഷൻ വെച്ചിട്ട് ചൊവ്വയില് ജീവനുണ്ടോ ചന്ദ്രനിൽ ജീവനുണ്ടോ ബുധനിൽ ജീവനുണ്ടോ ചോദിച്ചുകൊണ്ട് ഹിരണ്യകശിപുവിന്റെ ഏർപ്പാടാണ് നമ്മള്. വിഷ്ണു ഇവിടെ ഉണ്ടോ അവിടെ ഉണ്ടോ അവിടെ ഉണ്ടോ അവിടെ ഉണ്ടോ, എല്ലായിടത്തും ഉണ്ട്. സ്വാമി രാമദാസിന്റെ കഥ പറഞ്ഞല്ലോ. അദ്ദേഹം ട്രെയിനിൽ പോകുമ്പോൾ ഒരു ആംഗ്ലോ ഇന്ത്യൻ TT പിടിച്ചു. പൈസയും ടിക്കറ്റും ഒന്നുമില്ലേ, കിട്ടിയ സ്ഥലത്ത് കയറി തന്നെ. അപ്പൊ TT ചോദിച്ചു, വേർ ആർ യു വാണ്ടറിങ് അബൌട്ട്? എവിടേക്കായി ചുറ്റിത്തിരിഞ്ഞു? ടു സീ ഗോഡ്. വെർ ഈസ് യുവർ ഗോഡ്? ഈസ് എവരിവെയർ. ദെൻ വൈ ഡു യു വാണ്ടർ അബൌട്ട്? ടു സീ ഹിം എവരിവെയർ. എല്ലായിടത്തും ഉള്ള ഈശ്വരനെ കാണാൻ പോവാണ്. പിന്നെ എന്തിനാ ചുറ്റിത്തിരിഞ്ഞത്? എല്ലായിടത്തും ചെന്ന് കാണാൻ, എല്ലാ രൂപത്തിലും കാണാൻ, എല്ലാ ഭാവത്തിലും കാണാൻ. ഏകം സത് വിപ്രാബഹുധാ വദന്തി. ഒരേ സത്യമാണ്. ഋഷികൾ പല ഡയമെൻഷനിലും പല കോണിലും അതിനെ കണ്ട് ആസ്വദിക്കുകയാണ്, രസിക്കുകയാണ്. ഒന്ന് തന്നെ. പിന്നെ എങ്ങനെ കണ്ടാണ്ട, ഏത് രൂപത്തിൽ ഏത് ഭാവത്തിൽ അല്ലേ? അതാണ് ജീവൻ മുക്ത പുരുഷന്മാര്. അവര് നമ്മൾ ഏകദൈവ വിശ്വാസികളൊന്നുമല്ല. നമ്മുടെ സനാതന ധർമ്മത്തില് ഒരു ദൈവമേ ഉള്ളൂ നമ്മൾ പറയണേ ഇല്ല. നമ്മൾ പറയണത് ദൈവമേ ഉള്ളൂ എന്നാണ്. ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറയണതിനും ദൈവമേ ഉള്ളൂ എന്ന് പറയുന്നതിനും ഒരുപാട് വ്യത്യാസമുണ്ട്. അദ്വൈതം എന്ന് പറഞ്ഞാൽ ഒരു ദൈവവാദമൊന്നുമല്ല, ദൈവമേ ഉള്ളൂ എന്നേ പറയുള്ളൂ. അല്ലാതെ ഒരു ദൈവമേ ഉള്ളൂ എന്നൊന്നും പറയില്ല. ഒരു ദൈവം, അയാൾ പാവം ഇത്രയും മാനേജ് ചെയ്ത് ബുദ്ധിമുട്ടി എത്ര വർഷമാണ്. ദൈവമേ ഉള്ളൂ. അനേകബാഹൂദരവക്ത്രനേത്രം പശ്യാമി ത്വാം സർവതഃ അനന്തരൂപം. ഇൻഫിനിറ്റ് ഫോംസ്, ഇന്യൂമറബിൾ ഫോംസ്, അനന്തരൂപം. ന അന്തം ന മധ്യം. അതിന് ആദി അന്തം മധ്യം ഒന്നുമില്ല. പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. ഹേ വിശ്വേശ്വര, ഹേ വിശ്വരൂപ. ഇങ്ങനെ എല്ലാ രൂപത്തിലും ഭഗവാനെ ഞാൻ കാണുന്നു. അതുമാത്രമല്ല, കിരീടിനം ഗതിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്തം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലാർക്കദ്യുതിമപ്രമേയം. വിഷ്ണുവായിട്ടും കാണുന്നു, ഇത്രയും രൂപങ്ങളിലും കാണുന്നു. വിഷ്ണുവായിട്ടും കിരീടിനം, തലയിൽ കിരീടത്തോടുകൂടെയും ഗദയോടുകൂടെയും ചക്രത്തോടുകൂടെയും തേജോരാശിം, തേജോമയമായി തേജസ് പ്രകാശിപ്പിച്ചുകൊണ്ട് സർവതോ ദീപ്തിമന്തം, വിശ്വത്തിനെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് ദുർനിരീക്ഷ്യം, അടുത്തു ചെന്ന് കാണാൻ വയ്യാത്തത്രയും പ്രകാശത്തോടുകൂടെ ദീപ്താനലാർക്കദ്യുതിം, അനല അർക്കദ്യുതിം, ജ്വലിച്ചു നിൽക്കുന്ന അഗ്നി പോലെയും സൂര്യൻ പോലെയും അല്ലേ? ഭഗവാനെ ധ്യാനിക്കുമ്പോഴൊക്കെ തന്നെ സൂര്യന്റെ ഉള്ളില്, ചന്ദ്രബിംബത്തിന്റെ ഉള്ളില് അഗ്നിയായിട്ട് അങ്ങനെയൊക്കെ ധ്യാനിക്കുക. സൂര്യ ചന്ദ്ര അഗ്നി, ദീപ്താനലാർക്കദ്യുതിം അപ്രമേയം. എല്ലാത്തിനും അഗ്നിയാണ് എൻട്രി ഡോർ. കാരണം കണ്ണിന്റെ ദേവത അഗ്നിയാണ്, സൂര്യനും അഗ്നിയാണ്, ചന്ദ്രനും അഗ്നിയാണ്, ബേസിസ്റ്റ് ആയിട്ടുള്ളത് അഗ്നിയാണ്. അതുകൊണ്ട് അഗ്നിയെ എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഫയർ. ആ അഗ്നിയാണ് എൻട്രി. അഗ്നിയിലൂടെയാണ് ദേവതകളെയൊക്കെ കാണുന്നത്, പ്രകാശമാനമായിട്ടാണ് കാണുന്നത്. ദീപ്ത അനല അർക്കദ്യുതിം അപ്രമേയം, ജ്വലിച്ചു നിൽക്കുന്ന അനലനായിട്ടും അർക്കൻ സൂര്യനായിട്ടും ഒക്കെ പ്രകാശിക്കുന്ന ഭഗവാനെ ഞാനിതാ മുമ്പിൽ കാണുന്നു. കിരീടിനം ഗതിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്തം
പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലാർക്കദ്യുതിമപ്രമേയം. ഭഗവാനെ അടുത്ത് ചെന്ന് എങ്ങനെ കാണും? ദുർനിരീക്ഷ്യം, കാണാൻ വയ്യ. സമന്താത്, അടുത്ത് ചെന്ന് കാണാനൊന്നും വയ്യ. ദീപ്ത അനല അർക്കദ്യുതിം അപ്രമേയം. സൂര്യനെ അടുത്ത് ചെന്ന് കാണാൻ പറ്റുമോ? അതേപോലെ ദുർനിരീക്ഷ്യം, എങ്കിലും കാണുന്നു. എങ്ങനെയാ കാണുന്നത്? അത് അനുഗ്രഹം കൊണ്ട് കണ്ടു. ആ രൂപത്തിനെ, ദിവ്യരൂപത്തിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് നോക്കാം. ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വമവ്യയ ശാശ്വതധർമ്മഗോപ്താ സനാതനസ്ത്വം പുരുഷോവതോ മേ. ത്വമക്ഷരം പരമം വേദിതവ്യം. ഭഗവാനെ അറിയേണ്ടതായിട്ടുള്ള അക്ഷരം, പരമം വേദിതവ്യം, അറിയേണ്ടതിൽ ഏറ്റവും ശ്രേഷ്ഠമായ അക്ഷരജ്ഞാനം. അല്ലേ? നമ്മള് ഇപ്പൊ നവരാത്രി വരുമ്പോ എഴുത്തിനിരുത്ത എന്ന് പറയാം. അക്ഷരം നാശമില്ലാത്തതാണ് അക്ഷരം. ആത്മാവിന്റെ പേരാണ് അക്ഷരം. ആത്മാവിനെ അറിഞ്ഞവനാണ് സാക്ഷരൻ. ആത്മാവിനെ അറിയാത്തവൻ ലിറ്ററേറ്റ് ആണെങ്കിലും ഇല്ലിറ്ററേറ്റ് ആണ്. ആത്മാവിനെ അറിഞ്ഞവൻ ഇല്ലിറ്ററേറ്റ് ആണെങ്കിലും ലിറ്ററേറ്റ് ആണ്. നിരക്ഷരോപിച്ച യസ്യ ചിത്തേ ബ്രഹ്മൈവ ചാഭാതി സവൈ സാക്ഷരഃ സർവാക്ഷരോപിച്ച യസ്യ കുക്ഷൗ ബ്രഹ്മൈവ നാഭാതി സവൈ നിരക്ഷരഃ. നിരക്ഷരനാണെങ്കിലും, നമ്മൾ പറഞ്ഞത് നിരക്ഷര കുക്ഷി എന്നാണ് പറയുക, അല്ലെ? അതാണ് കുക്ഷൗ. നിരക്ഷര കുക്ഷിയാണെങ്കിലും ആരുടെ ഹൃദയത്തിൽ ബ്രഹ്മം പ്രകാശിക്കുന്നുണ്ടോ അവൻ സാക്ഷരൻ. പലപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാവും. അവർക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയില്ല, പക്ഷെ ജ്ഞാനികളായിരിക്കും. രാമകൃഷ്ണ പരമഹംസർക്ക് ഒരു ശിഷ്യനുണ്ടായിരുന്നു, ലാട്ടു. ബീഹാറിയാണ്, കൂലിപ്പണിക്ക് വന്നതാണ്. രാമചന്ദ്ര ദത്ത എന്ന് പറയുന്ന രാമകൃഷ്ണ പരമഹംസരുടെ ഒരു ഭക്തൻ, ആ വിദ്വാനായ ഒരു ഭക്തൻ, അദ്ദേഹത്തിന്റെ വീട്ടിലെ പണിക്കാരനായിരുന്നു ഈ ലാട്ടു. ഒന്നും എഴുത്ത് വായന ഒന്നും അറിയില്ല. ഒരു ദിവസം രാമചന്ദ്ര ദത്ത രാമകൃഷ്ണ പരമഹംസരെ കാണാനായി ദക്ഷിണേശ്വരത്ത് പോയപ്പോൾ ലാട്ടുവും കൂടെ പോയി. ലാട്ടുവിന് കാരണമില്ലാതെ രാമകൃഷ്ണദേവന്റെ അടുത്ത് ഒരു ആകർഷണം. അപ്പൊ ലാട്ടു ഒരു ദിവസം പറഞ്ഞു, കൂലിപ്പണിക്കാരനാണ്, എഴുത്ത് വായന ഒന്നും അറിയില്ല, ആ സംസ്കാരമൊക്കെ ഉള്ള ഒരു ഇതിൽ വന്നതാണ്. രാമകൃഷ്ണദേവന്റെ അടുത്ത് പറഞ്ഞു, ഠാക്കൂർ എനിക്കൊരു ഉപദേശം തരൂ എന്ന് പറഞ്ഞു. അപ്പൊ രാമകൃഷ്ണദേവൻ കൊടുത്ത ഉപദേശം വളരെ വിചിത്രമാണ്. എന്താ ഉപദേശിച്ചതെന്ന് വെച്ചാൽ, കള്ള് കട ഉള്ള സ്ട്രീറ്റ് കൂടെ നടക്കരുത് എന്ന് പറഞ്ഞു. ഇത്രയാണ് ഉപദേശം, മന്ത്രമൊന്നുമല്ല ആദ്യം കൊടുത്തത്. കള്ള് കട ഉള്ള സ്ട്രീറ്റ് കൂടെ നടക്കരുത്. കേരളത്തിലാവുമ്പോൾ മഹാബുദ്ധിമുട്ടാവും. ഇതാണ് രാമകൃഷ്ണദേവൻ കൊടുത്ത ഉപദേശം ലാട്ടുവിന്. അന്നും വിഷമായിരുന്നു അത്രേ. ദക്ഷിണേശ്വരത്തിലേക്ക് വരാൻ ആ മെയിൻ റോഡിലൊന്നുണ്ട്, അതുകൊണ്ട് 10-15 കിലോമീറ്റർ ചുറ്റിയിട്ട് ദക്ഷിണേശ്വരത്തിലേക്ക് നടന്നു വരും എന്നാണ് രാമകൃഷ്ണ ഗുരു പറഞ്ഞ് വാക്കനുസരിക്കാൻ വേണ്ടിയിട്ട് 10-15 കിലോമീറ്റർ ചുറ്റി വരും അത്രേ. എന്തെങ്കിലും ആ സംസ്കാരം കണ്ടിടണം. എന്നിട്ട് ലാട്ടുവിന് എഴുതാനോ വായിക്കാനോ ഒന്നും അറിയില്ല. രാമകൃഷ്ണ പരമഹംസർക്കും കാര്യമായിട്ട് എഴുതാനും വായിക്കാനൊന്നും അറിയില്ല. അപ്പൊ രണ്ടുപേരും നല്ല കൂട്ടാണ്. ലാട്ടുവിന് ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ആ മന്ത്രം നിരന്തരം ജപിച്ച് ജപിച്ച് മഹാസിദ്ധനായിട്ട് തീർന്നു, വലിയ യോഗിയായിട്ട് തീർന്നു. വിവേകാനന്ദ സ്വാമി അമേരിക്കയിലൊക്കെ പോയിട്ട് വന്നപ്പോ
ദക്ഷിണേശ്വര അവിടെ കൽക്കട്ടയിലെ എല്ലാവരും അദ്ദേഹത്തിനെ കാണാൻ പോയി. ഇദ്ദേഹം ഒന്നും പോയില്ല. ഇദ്ദേഹം ഏകാന്തമായിട്ട് സമാധി സ്ഥിതിയിലിരിക്കായിരുന്നു. എല്ലാവരും ഇദ്ദേഹം അമേരിക്കയിൽ പോയി വിജയിച്ച് വന്നതിന്റെ ഒരു ആഘോഷവും ഒരു ഉത്സാഹവും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് അതൊന്നും അറിഞ്ഞതേയില്ല. എവിടെയോ ഏകാന്തമായിട്ട് സമാധി സ്ഥിതിയിലിരിക്കായിരുന്നു. അപ്പോ വിവേകാനന്ദ സ്വാമി ഈ ലാട്ടുവിനെ കാണാനായിട്ട് അന്വേഷിച്ചു പിടിച്ചു പോയപ്പോ ഒരു കുളത്തിന്റെ കരയിൽ അങ്ങനെ ധ്യാനത്തിലിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോ ഒരു എക്സൈറ്റ്മെന്റും ഇല്ല. അദ്ദേഹം അമേരിക്കയിലൊക്കെ പോയിട്ട് വന്നു എന്നുള്ളതൊന്നും അദ്ദേഹത്തിന് അറിയില്ല. നരേൻ വരും ഇവിടെ ഇരിക്കൂ, നോക്കൂ ഈശ്വരന്റെ വൈഭവം നോക്കൂ, സൂര്യാസ്തമനം നോക്കൂ, ജഗത്ത് മുഴുവൻ ഭഗവാൻ പ്രകാശിക്കുന്നത് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് രാമകൃഷ്ണ പരമഹംസരെ കുറിച്ചും അതിനെക്കുറിച്ചും ഗുരുവിന്റെ വൈഭവം അത് ആ ലോകത്തിലാണ്, ഈ ലോകത്തിലേ ഇല്ല. അങ്ങനെ ഒരു അവധൂതനെ പോലെ ആത്മാരാമനായിട്ട് ഇരുന്നുകൊണ്ടിരുന്നു. ഒരു പഠിപ്പ് അറിവൊന്നുമില്ല. അതാണ് സാക്ഷരത. ഈ ശരീരത്തിനകത്ത് അഴിവില്ലാത്ത നാശമില്ലാത്ത ഒരു ചിദ്വസ്തുവുണ്ട്. അതിനെ അറിഞ്ഞാൽ അക്ഷരം. ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലും അക്ഷരമായിട്ട് പ്രകാശിക്കുന്നു. അഹം അഹം എന്നത് തന്നെ അക്ഷരം. ഞാൻ എന്ന് പറയുന്ന അനുഭവത്തിന്റെ സ്വരൂപം തന്നെ അക്ഷരം. ത്വം അക്ഷരം വേദിതവ്യം. അർജുനൻ പറഞ്ഞു ഭഗവാനെ അത് മാത്രമേ അറിയാനുള്ളൂ എന്ന്. എന്തൊക്കെയോ അറിയണു, എന്ത് കാര്യം? ഒരേ ഒരു അക്ഷരമേ അറിയാനുള്ളൂ, ഏകമക്ഷരം. നമ്മുടെ ഭഗവാന്റെ അടുത്ത് ഒരാൾ നോട്ട് ബുക്ക് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു എന്തെങ്കിലും എഴുതി തരുമെന്ന്. മഹർഷി എന്താ എഴുതാനുള്ളത്? ഒരു അക്ഷരമെങ്കിലും ഭഗവാൻ എഴുതി തരുമെന്ന്. അപ്പൊ ഭഗവാൻ ആ ബുക്കിൽ ഒരു ചെറിയ ശ്ലോകം എഴുതി, ഏകമക്ഷരം ഹൃദി നിരന്തരം ഭാസത്തെ സ്വയം ലിഖ്യത്തെ കഥം. ഏകമക്ഷരം ഹൃദി നിരന്തരം ഭാസത്തെ സ്വയം ലിഖ്യത്തെ കഥം. നാശമില്ലാത്തതായ ഒരു അക്ഷരം, ഒരു ആത്മവസ്തു നിരന്തരം ഇടതടവില്ലാതെ ഹൃദയത്തില് സ്വയം വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനെങ്ങനെ എഴുതും? ലിഖ്യത്തെ കഥം. ആ ചൈതന്യം ഹൃദയത്തിൽ നിരന്തരം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അത് തന്നെ ഭഗവാനെ അവിടുത്തെ സ്വരൂപം. ത്വമക്ഷരം പരമം വേദിതവ്യം. അറിയേണ്ടതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഈ അക്ഷരമാണ്. അതുകൊണ്ടാണ് അക്ഷരങ്ങളെ വെച്ചുകൊണ്ടൊക്കെ എഴുതുന്നത്. അക്ഷരമണമാലൈ, ഹരിനാമ കീർത്തനമൊക്കെ അക്ഷരങ്ങളെ വെച്ചുകൊണ്ടാണ്. ആ ആ ഈ അക്ഷരത്തിൽ ആദ്യത്തെ അക്ഷരത്തിൽ തന്നെ എല്ലാം കഴിഞ്ഞു എന്നാണ്. ഗീതയിൽ ഭഗവാൻ പറഞ്ഞു അക്ഷരാണാം അകാരോസ്മി. ആ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ചിലരൊക്കെ അനാഥ മന്ദിരം എന്നൊക്കെ പറയുമല്ലോ അല്ലേ? അനാഥകൾ. ആരാ അനാഥ എന്ന് വെച്ചാൽ ലോകത്തിൽ അനാഥ ആരുണ്ടാവാൻ പറ്റില്ല. ആ നാഥനായിട്ടുള്ളവൻ അനാഥൻ. ആ എന്ന് വെച്ചാൽ നാരായണൻ. അകാരവാച്യ നാരായണ നാഥ ഏഷാം തേ അനാഥാഹ. അകാരവാച്യനായ നാരായണൻ നാഥനായിട്ടുള്ളവർ അനാഥകൾ. എന്നുവെച്ചാൽ നമ്മളൊക്കെ അനാഥകളായിട്ടിരിക്കുന്നത്. അക്ഷരത്തില് ആ എന്നുള്ള അക്ഷരം എടുത്താൽ കഴിഞ്ഞു. ആ എന്നുള്ള അക്ഷരത്തിൽ ഈശ്വരൻ വന്നു കഴിഞ്ഞു. ഏതക്ഷരം എടുത്താലും അക്ഷരം തനിയെ നിന്നാൽ ബ്രഹ്മമാണ്. മന്ത്രശാസ്ത്രമനുസരിച്ച് ഒരു അക്ഷരം മാത്രമായിട്ട് നിന്നാൽ ബീജാക്ഷരമാണ്. രണ്ടക്ഷരം ചേർന്നാലേ അതിനെ മന്ത്രമെന്നോ നാമമെന്നോ ഒക്കെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരക്ഷരമായിട്ട് ജപിക്കുന്നതിന് വളരെ സൂക്ഷിക്കണം എന്നാണ്. ഓരോ അക്ഷരവും ഓരോരോ അക്ഷരമായിട്ട് നിൽക്കുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു ശബ്ദശക്തിയും രൂപവും ഭാവങ്ങളും ഒക്കെ ഉണ്ട്. ആ, ഇ, ഉ, ക, ഖ, ഗ എല്ലാം ബീജാക്ഷരാണ്. പ്രണവം, ക്ലീം, ശ്രീം, ഓം ഒക്കെ വരണം. ഓരോ ഒരു ശബ്ദം മാത്രമാണ്. അതിനൊന്നും അർത്ഥമല്ല. അതിന് അർത്ഥമൊന്നുമല്ല.
അങ്ങനെ ശബ്ദത്തിനെ നോക്കുമ്പോ പ്രകൃതിയിൽ ഒരു കിളി കൂജനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഒരേ അക്ഷരം. ശ്രദ്ധിക്കൂ, കളമെന്നാണ് പറയുന്നത്. കിളികളുടെ കളകളാരവം എന്നാണ് നമ്മൾ പറയുക. ആ കളകളാരവം എന്ന് വെച്ചാൽ ഒരു ധ്വനിയാണ്, അതും ഒരു അക്ഷരമാണ്, ഒരു ധ്വനി മാത്രം, സെയിം സൗണ്ട്, നാദബ്രഹ്മം. നോക്കുമ്പോ അക്ഷരം എന്ന് പറഞ്ഞ് നോക്കുമ്പോഴും എല്ലാ സ്ഥലത്തും അക്ഷരം കാണും. ഒരു അരി എടുത്താൽ അതിന് അക്ഷത എന്ന് പേര്, അതും നാശമില്ലാത്തത്. ബീജത്തിന് നാശമേ ഇല്ല, ഒന്നിന്റെയും ബീജം നശിക്കില്ല, എല്ലാത്തിന്റെയും ബീജം അവിടെ കിടക്കും. ബീജത്തിന് നാശമേ ഇല്ല, ഒന്നിന്റെയും ബീജം, ഒന്നിന്റെയും സ്പീഷി നശിക്കില്ല. രൂപം വേണമെങ്കിൽ നശിച്ചു പോകുന്നല്ലാതെ അതിന്റെ പൊട്ടൻഷ്യൽ സീഡ് വിൽ റിമെയിൻ. അത് നശിപ്പിക്കാൻ സാധിക്കാത്തതാണ്. അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ അശോഷയേവ നിത്യഃ സർവഗതഃ സ്ഥാണുഃ അചലോയം സനാതനഃ. അപ്പൊ വിശ്വത്തിന്റെ ആദിബീജമാണ് ഭഗവാനെ. അവിടുന്ന് ത്വമക്ഷരം പരമം വേദിതവ്യം ത്വം അസ്യ വിശ്വസ്യ പരമം നിധാനം. ഈ വിശ്വത്തിന്റെ പരമമായ അധിഷ്ഠാനം, ഈ വിശ്വത്തിന്റെ ആദിബീജം, ഈ വിശ്വത്തിന്റെ മൂലം അവിടുന്നാണ്. ആശ്രയമാകുന്നു. ത്വം അവ്യയഃ എന്നുവെച്ചാൽ ഒരിക്കലും വ്യയമില്ലാത്ത നിത്യവസ്തു, തീർന്നു പോവുകയില്ല. അല്ലെ, ഒരു വിത്തെടുത്ത് കുഴിച്ചിട്ടാല് ആ വിത്തിൽ നിന്നൊരു മരം വരുന്നു, ആ മരത്തിൽ നിന്നും 1000 വിത്ത് വരുന്നു. ഓരോ വിത്തും ആദിയിലുള്ള വിത്തിന്റെ അതേ പൊട്ടൻഷ്യൽ. അതിൽ ഓരോ വിത്തും കുഴിച്ചിട്ടാൽ അതിന്നൊരു വൃക്ഷം വരും, അതിലൊരു 1000കണക്കിന് വിത്ത് വരും. ഇതൊക്കെ എവിടുന്ന് വന്നു? എല്ലാം ആ മൂലത്തിലുള്ള ഒരേ വിത്ത്, ഒരേ ബീജം. ഒരു ബീജം 100ആയി 1000മായി ലക്ഷമായി കോടിയായി പെരുത്തുകൊണ്ടേ പോയിട്ട് ആദി ബീജത്തിന്റെ അതേ പൊട്ടൻഷ്യലോടുകൂടെ 10,000 കോടി കഴിഞ്ഞാലും അതേപോലെ ഇരിക്കണു. ഈ പവറിനെയാണ് അവ്യയം എന്ന് പറയുന്നത്. നോക്കൂ, ഈശ്വരത്വം നോക്കൂ, പ്രകൃതിയിൽ നോക്കൂ ഈശ്വരത്വം. ഇന്നിപ്പോ പറയണത് ശരീരത്തിലുള്ള ഒരു DNA-യുടെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയൊരു സാധനം എടുത്താൽ നമ്മളെ പോലെ ഒരാളെ ഉണ്ടാക്കാമെന്നാണ്. ഉണ്ടാക്കി കഴിഞ്ഞാൽ മഹാപകടമായി. ചെയ്യാതിരിക്കണത്തോളം നല്ലതല്ലേ. രക്തബീജൻ എന്നൊക്കെ പറയണു, എന്തെങ്കിലും രക്തബീജന്മാരൊക്കെ വരണം. ആ ഉണ്ടാക്കിയ ആളുടെ ഉള്ളിൽ നിന്ന് ഒന്നെടുത്താൽ വേറൊന്നുണ്ടാവും. എവിടെ കണക്ക്? അതാണ് ശക്തിയുടെ മണ്ഡലം എന്ന് പറയുന്നത്. മായ എന്ന് പറയുന്നത് അതാണ് മായ, അതാണ് ശക്തി. ഈശ്വരന്റെ അവ്യയമായ ശക്തി, ഓംനിപൊട്ടൻസ്, സർവശക്തിമത്തായിട്ടുള്ള സ്വരൂപം, ഊഹിക്കാൻ സാധിക്കാത്ത സ്വരൂപം, ബുദ്ധിയുടെ ലിമിറ്റേഷൻസിന്റെ ഉള്ളില് ഒതുങ്ങാത്ത സ്വരൂപം. വ്യയമായി പോവില്ല, അത് തീർന്നു പോവില്ല, അതിന് പരിധിയില്ല. അല്ലെ, ചൈതന്യത്തിന് നോക്കുമ്പോൾ പരിധിയില്ല. ചെറിയ ചില ജീവികളുണ്ട്, അതിന് ലാൻസ് വെച്ച് മുറിച്ചാല് 2 ജീവിയായിട്ട് തീരും. ചെറിയ, വളരെ പ്രോട്ടോസോവ, ചെറിയ ജീവി. അതിനെ ഒരു ലാൻസ് വെച്ച് കട്ട് ചെയ്താല് 2 ആളായിട്ട് തീരും. പകുതിയൊന്നുമല്ല, പൂർണ്ണമായിട്ട് 2 ആള്. ഇതാണ് കൃഷ്ണൻ ചെയ്യുന്നത് ഭാഗവതത്തിലെ. ബ്രഹ്മാവ് കൊണ്ട് ഒളിച്ചു വെച്ചപ്പോ എല്ലാ ഗോപക്കുട്ടികളുമായിട്ട് മാറി, പശുവായിട്ട് മാറി, കോലായിട്ട് മാറി, തലയിൽ കെട്ടുന്ന തുണിയായിട്ട് മാറി. അവ്യയ. മായയുടെ ഉള്ളിൽ പ്രവേശിച്ചാൽ നമുക്കൊരു കാര്യം നല്ലവണ്ണം മനസ്സിലാവും.
മനസ്സിലാവില്ല എന്ന് മനസ്സിലാവും. അറിവിന്റെ ലിമിറ്റേഷൻസ് മനസ്സിലാവും, അനന്തത മനസ്സിലാവും, ഈശ്വരന്റെ മണ്ഡലത്തിലുള്ള വൈഭവം മനസ്സിലാവും. ഈശ്വരത്വം എന്താണെന്ന് കണ്ട് പകച്ചുപോയി നിൽക്കാനേ പറ്റുള്ളൂ, ഭ്രമിച്ചുപോയി നിൽക്കാനേ പറ്റൂ. തും അവ്യയ ശാശ്വത ധർമ്മഗോപ്ത. അവ്യയനാണ് ഭഗവാനെ, അവിടുന്ന് ശാശ്വത ധർമ്മഗോപ്താവാണ്. എന്ന് വെച്ചാൽ ആ അതിര് വരമ്പ് ലംഘിക്കാൻ ആരെയും സമ്മതിക്കില്ല എന്നാണ്. ഈശ്വരന്റെ ഒരു വരമ്പുണ്ട്, ആ വരമ്പ് ലംഘിക്കാൻ ആരെയും സമ്മതിക്കില്ല. എല്ലാത്തിനും ചില ചില വരമ്പുകളുണ്ട്. ആ വരമ്പ് ഈശ്വരൻ നിശ്ചയിച്ചതാണ്. അതിനു മേലെ പോയി കഴിഞ്ഞാൽ ഭഗവാൻ എന്ത് ചെയ്യും? കൊളുത്തിവിടും. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു കുരുക്ഷേത്ര ഭൂമിയിൽ ഭഗവാൻ പറഞ്ഞു ഇനിയൊന്നും നന്നാക്കാൻ പറ്റില്ല. അപ്പൊ എന്താ ചെയ്യുക? കൊളുത്തിവിടാണ്. എല്ലാവരെയും പരസ്പരം എല്ലാവരുടെ കയ്യിലും ഓരോ ആയുധം കൊടുത്തു. ഒക്കെ അങ്ങനെ അഹങ്കാരികളായിട്ട് നിൽക്കുകയാണ്. ദിവ്യായുധവും വെച്ചുകൊണ്ട് അർജുനൻ ഒരു വശത്ത്, കർണൻ മറ്റൊരു വശത്ത്, ഭീഷ്മർ ഒരു വശത്ത്, ദ്രോണർ ഒരു വശത്ത്, എല്ലാവരും കയ്യിൽ ഓരോ ദിവ്യായുധവും വെച്ചുകൊണ്ട് ലോകം നശിപ്പിക്കാനായിട്ട് ആഹാകാരം കൂട്ടി നിൽക്കുകയാണ്. ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞ് കയ്യിൽ ചമ്മട്ടിയും പിടിച്ച് അതിനകത്തിരുന്ന് ഇവിടുന്ന് ശണ്ട മൂട്ടിവിട്ട് അവിടുന്ന് ശണ്ട മൂട്ടിവിട്ട് യുദ്ധത്തിനെല്ലാം കൊളുത്തിവിട്ട് എല്ലാം റെഡിയാക്കി എല്ലാവരെയും കുരുക്ഷേത്ര ഭൂമിയിൽ കൊണ്ടുവന്ന് എല്ലാം സമാപിച്ച്. പിന്നെ കുറെ ആളുകളുണ്ട്, ഞങ്ങളൊക്കെ മൂപ്പരുടെ സ്വന്തം ആളുകളാണെന്ന് പറഞ്ഞ് നടക്കണവരാവരെയും അവസാനം എല്ലാം അവസാനിപ്പിച്ച് സംഹാരം ചെയ്ത് അവസാനം. ഇതെന്തിനാ ഇപ്പൊ ചെയ്യണത്? ശാശ്വത ധർമ്മഗോപ്ത. നമ്മൾ അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോ. കാരണം ഇനി ഈശ്വരന്റെ ഡിപ്പാർട്ട്മെന്റിൽ വകുപ്പില്ല. നമ്മള് സൃഷ്ടിയെ മുഴുവൻ താറുമാറാക്കി കഴിഞ്ഞു, തകിടം മറിച്ചു കഴിഞ്ഞു, ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ട്യൂബിന്റെ ഉള്ളിൽ നിന്ന് കുട്ടികളുണ്ടാവുക, ക്ലോണിങ് ചെയ്യുക, ഒരു നിയമമില്ലാതായി കഴിഞ്ഞു. അന്ന് അതാണ് ചെയ്തത്. വ്യാസൻ ഒരു മാംസപിണ്ഡം വെട്ടിയിട്ടിട്ട് 100 എണ്ണത്തിനുണ്ടാക്കി. ചന്തം കണ്ടില്ലേ? ദുര്യോധനൻ, ദുശാസനൻ, ദുശേഷ്, ദുഷ്കുമാർ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവാം. എല്ലാം തൂവാണ്. ഒന്നിനും ഒരു കോൺഷ്യൻസ് ഇല്ല. ഒക്കെ കൂടെ ലോകം നശിപ്പിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ആ സ്ഥിതിയിൽ ഭഗവാൻ എന്ത് ചെയ്തു? ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതേപോലെയാണ് ഇപ്പോഴും. നോക്കൂ, എല്ലാം താറുമാറായിട്ടിരിക്കുകയാണ്. ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് പറയുന്നത് ലോകത്തിനെ ആകെപ്പാടെ കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. ചെടി സസ്യങ്ങളൊക്കെ അതിന്റെ സ്വത്വം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ആ ശാശ്വത ധർമ്മ ഗോപ്താവായ ഭഗവാന് പ്രവർത്തിക്കേണ്ടി വരും. എന്താന്ന് വെച്ചാൽ ആ വരമ്പ് നമ്മൾ അങ്ങോട്ട് കടക്കുകയാണ്. സസ്യങ്ങളുടെ രൂപം മാറണു, മനുഷ്യന്റെ രൂപം മാറണു, മൃഗത്തിന്റെ രൂപം മാറണു, എല്ലാത്തിന്റെ രൂപം മാറണു. വർണ്ണസങ്കരം എന്ന് പറയുന്നത് ഇതാണ്. ഒന്നിനോട് സങ്കരമാവണു. വർണ്ണസങ്കരം വെറുതെ ഈ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ മാത്രമല്ല, മൃഗം മനുഷ്യനും വ്യത്യാസമില്ലാതാവുകയാണ്. ആ വരമ്പ് മേറിക്കഴിയുമ്പോ സംഹാരം എന്ന് പറയുന്ന ഒരു കാരുണ്യശക്തി, അത് മൂന്നാമത്തെ കണ്ണുങ്ങെടുത്തു. കീമോതെറാപ്പി, ബേൺ. എത്ര നേരം വേണം അല്ലേ? എത്ര നേരം വേണം? കുറച്ച് മിനിറ്റുകൾ കൊണ്ട് കഴിഞ്ഞു, സെക്കൻഡ് കൊണ്ട് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ തയ്യാറായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിയിലാണ് ശാശ്വത ധർമ്മഗോപ്ത. അത് ഭഗവാന്റെ ഡിപ്പാർട്ട്മെന്റാണ്. ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ധർമ്മമല്ല. ഈശ്വരനൊരു ധർമ്മമുണ്ട്. എല്ലാവരും സമാധാനമായിട്ട് ഇരിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു സ്ഥിതി വരുമ്പോ ഈശ്വരൻ അവതാരം ചെയ്യണു. ധർമ്മസംസ്ഥാപനാർത്ഥായ എന്ന് പറഞ്ഞാൽ, ധർമ്മസംസ്ഥാപനം എന്ന് വെച്ചാൽ എന്താ? ചിലപ്പോഴൊക്കെ ആദ്യം തൊട്ട് തുടങ്ങേണ്ടി വരും. അപ്പോ ശാശ്വത ധർമ്മഗോപ്ത സനാതന, അങ്ങ് സനാതന വസ്തുവാണ്. ഈ കൃഷ്ണൻ മാത്രമല്ല, സനാതന പുരുഷ. വേദം
പാടുന്ന പുരുഷൻ സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് എന്ന് വേദം പാടുന്ന പരമപുരുഷനാണ് അവിടുന്ന്. സനാതനസ്ത്വം പുരുഷോ മതോ മേ ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വമവ്യയ ശാശ്വതധർമ്മഗോപ്ത സനാതനസ്ത്വം പുരുഷോ മതോ മേ. അതുകൊണ്ട് ഭഗവാൻ ശാശ്വത ധർമ്മഗോപ്താവാണ്, ധർമ്മത്തിന്റെ രക്ഷകനാണ്. ധർമ്മം ഭഗവാന്റെ കയ്യിലിരിക്കണു. ധർമ്മോ രക്ഷതി രക്ഷിത. ആരാര് ധർമ്മത്തിനെ രക്ഷിക്കുന്നു അവരെ ആ ധർമ്മം രക്ഷിക്കും. രാമായണത്തില് രാമൻ കാട്ടിൽ പോകുമ്പോ കൗസല്യ ആശീർവദിക്കുന്നത് അങ്ങനെയാണ്. യം പാലയസി ധർമ്മം ത്വം പ്രീത്യാച നിയമേന ച സവൈ രാഘവശാർദ്ധൂല ധർമ്മസ്ത്വാം അഭിരക്ഷതു. യം പാലയസി ധർമ്മം, യാതൊരു ധർമ്മത്തിനെ നീ പ്രീതിയോടുകൂടിയും നിഷ്ഠയോടുകൂടിയും പാലനം ചെയ്യുന്നു. യം പാലയസി ധർമ്മം ത്വം പ്രീത്യാച നിയമേന ച സവൈ രാഘവശാർദ്ധൂല ധർമ്മഃ ത്വാമഭിരക്ഷതു. ആ ധർമ്മം നിന്നെ രക്ഷിക്കട്ടെ, ആ ധർമ്മം നിന്റെ കൂടെ വരട്ടെ. രാമായണത്തിലൊക്കെ അങ്ങനെയാണ്. ഇന്ദ്രജിത്തിനെ കൊല്ലുമ്പോഴൊക്കെ ലക്ഷ്മണനാവോ എന്തൊക്കെ അസ്ത്രം പ്രയോഗിച്ചിട്ടൊന്നും ഇഫക്റ്റ് ആയില്ല. അവസാന ഇന്ദ്രാസ്ത്രം കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ധർമാത്മാ സത്യസന്ധശ്ച രാമോ ദാശരഥിർയതി പൗരുഷേച്ച അപ്രതിദ്വന്ദ്വ ശരയിനം ജഹി രാവണിം. അതാണ് മന്ത്രം. രാമൻ ധർമ്മം വിട്ട് ചലിച്ചിട്ടില്ലെങ്കിൽ, സത്യസന്ധനാണെങ്കിൽ ഈ അമ്പ് ഇന്ദ്രജിത്തിനെ വധിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അയക്കണത്. അപ്പോ ധർമ്മത്തിന്റെ പവർ, ധർമ്മത്തിനെ ആശ്രയിച്ചുകൊണ്ടാണ് വിശ്വം നിൽക്കുന്നത്. ധർമ്മം എന്താണെന്നുള്ളത് പറയാനാണ് വേദം. ധർമ്മത്തിന് പ്രമാണം വേദമാണ്. വേദം പറയണതാണ് ധർമ്മം. ഇങ്ങനെയൊക്കെയാണ് ധർമ്മത്തിനൊക്കെ വ്യാഖ്യാനം. വേദോ അഖില ധർമ്മമൂലം. സർവപ്രാണിനാം അഭ്യുദയശ്രേയസഹേതു ധർമ്മ. എല്ലാവർക്കും ക്ഷേമത്തിനും പാരമാർത്ഥികമായ ലക്ഷ്യം നേടാനുമുള്ള വഴിയാണ് ധർമ്മം എന്നൊക്കെ പലവിധത്തിലും ധർമ്മത്തിനെ വ്യാഖ്യാനിച്ചു. ആ ധർമ്മത്തിന്റെ രക്ഷകനാണ് ഈശ്വരൻ, നാരായണൻ. ഭഗവാൻ ആ ധർമ്മത്തിന്റെ രക്ഷകനാണെന്ന് പറഞ്ഞു. അങ്ങനെ അർജുനൻ ഭഗവാനെ സ്തുതിക്കുകയാണ്. നോക്കൂ, അനാദിമധ്യാന്തമനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തഹുദാശവക്ത്രം സ്വതേജസാ വിശ്വമിദം തപന്തം. അനാദിമധ്യാന്തം, ഉത്പത്തിസ്ഥിതി ലയങ്ങളില്ലാത്തവനും അനന്തവീര്യം അപരിമിതമായ പ്രഭാവത്തോടു കൂടിയവനും അനന്തബാഹും, വീണ്ടും വീണ്ടും പറയാം, അനേക കൈകളോടുകൂടിയവൻ. എല്ലാ കൈകളിലൂടെയും പ്രവർത്തിക്കുന്നതൊക്കെ ഭഗവാനാണ്. ശശി സൂര്യനേത്രം, സൂര്യനും ചന്ദ്രനും രണ്ട് കണ്ണുകൾ, രാത്രിയും പകലും രണ്ട് പുറകുവശവും മുൻവശവും പോലെ. ശശി സൂര്യനേത്രം ദീപ്തഹുദാശവക്ത്രം. വായി തുറന്നാൽ ഭഗവാൻ അങ്ങനെ വായി തുറന്ന് കാണിച്ചു അത്രേ. വായിൽ എന്താന്ന് വെച്ചാൽ അഗ്നി ഇങ്ങനെ ജ്വലിക്കുക. അതിലേക്ക് വിശ്വം മുഴുവനും ഭസ്മമാവാണ്. ദീപ്തഹുദാശവക്ത്രം സ്വതേജസാ വിശ്വമിതം തപന്തം. തന്റെ തേജസ് കൊണ്ട് വിശ്വത്തിനെ മുഴുവൻ പ്രഷർ കുക്കറിലിട്ട് കുക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. സ്വതേജസാ വിശ്വമിതം തപന്തം. എല്ലാം പരിഭാഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം വിശ്വത്തിനെ തപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. അങ്ങനെയുള്ള ആ രൂപം, രുദ്രരൂപം, കാളിയുടെ രൂപമൊക്കെ ഇതാണ് അല്ലേ, ഭയങ്കരമായിട്ടുള്ള രൂപം. അങ്ങനെയൊക്കെയുള്ള ഫോമാണ് അർജുനൻ ഇവിടെ കാണുന്നത്. നമ്മൾ തുടർന്ന് നാളെ കാണാം. സർവേപി സുഖിനഃ സന്തു.
സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.